ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ഫെബ്രുവരി 24 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാരം ആരംഭിക്കുന്നതെവിടെയാണ്? ഉത്തരം ദ്വാരക. പൗരാണിക നഗരമായ ദ്വാരകയുടെ തീരത്തുള്ള ചെറുദ്വീപായ ബെറ്റ് ദ്വാരകയിലാണ് ഗുജറാത്ത് സർക്കാരും മസഗോൺ ഡോക്ക് ലിമിറ്റഡ് ചേർന്ന് വിനോദസഞ്ചാര പദ്ധതി നടപ്പാക്കുന്നത്. സമുദ്രത്തിന്റെ 100 മീറ്റർ അടിത്തട്ടിൽ വരെ യാത്ര ചെയ്യാൻ സാധിക്കും. 30 യാത്രികരെ വരെ വഹിക്കാനാകും. 2024 ദീപാവലിക്ക് മുൻപായി പദ്ധതി ഉദ്ഘാടനം ചെയ്യാനാണ് തീരുമാനം. ഇന്ത്യൻ നാവികസേനയുടെ ബഹുരാഷ്ട്ര അഭ്യാസമായ മിലാൻ 24ന്റെ വേദി? ഉത്തരം വിശാഖപട്ടണം. ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ 1995 ആരംഭിച്ച ദ്വിവത്സര നാവിക അഭ്യാസത്തിന്റെ 12ാമത് എഡിഷനാണ് ഫെബ്രുവരി 19 മുതൽ 27 വരെ നടക്കുന്നത്. മൾട്ടിലാറ്ററൽ നേവൽ എക്സസൈസ് എന്നാണ് മിലാന്റെ പൂർണ്ണരൂപം. മിലാൻ 24ൽ 57 സൗഹൃദ വിദേശ രാജ്യങ്ങളുടെ പങ്കാളിത്തമുണ്ടാകും. നിപ്പ വൈറസിനെതിരെയുള്ള മനുഷ്യരിലെ ആദ്യ വാക്സിൻ പരീക്ഷണം നടന്നത് എവിടെയാണ്? ഉത്തരം ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ. 1998 നിപ്പ വൈറസിനെ തിരിച്ചറിഞ്ഞുവെങ്കിലും വിനാശകാരിയായ ഇതിനെതിരെ അംഗീകൃത വാക്സിനുകളോ ചികിത്സയോ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ലയണൽ മെസ്സി. അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മിയാമിയുടെ കളിക്കാരൻ കൂടിയായ മെസ്സി 8ാം തവണയാണ് ഈ പുരസ്കാരം നേടുന്നത്. ബാഴ്സലോണയുടെ സ്പാനിഷ് താരം ഐറ്റാന ബോൺമത്തിയാണ് മികച്ച വനിതാ താരം. മറ്റ് പുരസ്കാരങ്ങൾ: മികച്ച പുരുഷ ടീം പരിശീലകൻ പെപ് ഗാർഡിയോള, മികച്ച വനിതാ ടീം പരിശീലക സെറീന വിഗ്മാൻ, മികച്ച പുരുഷ ഗോൾ കീപ്പർ എഡേഴ്സൺ, മികച്ച വനിതാ ഗോൾ കീപ്പർ മേരി എറിപ്സ്. മികച്ച ഗോളിനുള്ള പുസ്കാസ് പുരസ്കാരം ബ്രസീലിയൻ ക്ലബ്ബായ ബോട്ടാഫോഗോയുടെ ഗിലർമെ മദ്രൂഗ നേടി. സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ഫെയർ പ്ലേ പുരസ്കാരം ബ്രസീലിയൻ പുരുഷ ദേശീയ ടീം നേടി. മുൻ കരസേനാ മേധാവി ജനറൽ MM നരവണ്ണയുടെ ആത്മകഥയുടെ പേര്? ഉത്തരം 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. രാജ്യരക്ഷ, വിദേശകാര്യ വകുപ്പുകളുടെ അനുമതി ലഭിക്കാത്തതിനാൽ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം എന്നാണ്? ഉത്തരം ജനുവരി 16. 2024 ജനുവരി 15 അന്തരിച്ച ചലച്ചിത്ര സംഗീത സംവിധായകൻ? ഉത്തരം KK ജോയ്. ഹാർമോണിയത്തിന് പകരം കീബോർഡും അക്കോർഡിയനും ഉൾപ്പെടെയുള്ള സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ച് നവീന ഈണങ്ങൾ സൃഷ്ടിച്ച സംഗീത സംവിധായകനാണ്. മലയാളത്തിലെ ആദ്യത്തെ ടെക്നോ മ്യൂസീഷ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. ആദ്യ സിനിമ ലവ് ലെറ്റർ, അവസാന ചിത്രം ദാദ. ഭാവിയിലെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താനിടയുള്ള രാഷ്ട്രങ്ങളുടെ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഉത്തരം 35. UK ആണ് 1ാം സ്ഥാനത്ത്. ഡെൻമാർക്ക്, US, നെതർലൻഡ്സ്, ജർമ്മനി എന്നിവയാണ് UKക്ക് തൊട്ടു പിന്നിൽ. ജപ്പാൻ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളുടെ സ്ഥാനം. ന്യൂസ് വീക്ക് വാന്റേജും ഹൊറൈസൺ ഗ്രൂപ്പും ചേർന്നാണ് ഭാവി സാധ്യതാ സൂചിക പുറത്തിറക്കിയത്. ആധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, ആരോഗ്യ മേഖല, കാർബൺ പുറന്തള്ളൽ ലഘൂകരണം, പ്ലാസ്റ്റിക്കിന്റെയും മറ്റു പുനരുപയോഗം, ഭക്ഷ്യ-കാർഷിക മേഖലയിലെ നൂതന കണ്ടെത്തലുകൾ തുടങ്ങിയവ വിലയിരുത്തിയാണ് സൂചിക തയ്യാറാക്കിയത്. 70 രാജ്യങ്ങൾ ഇതിനായി പരിഗണിക്കപ്പെട്ടു. അടുത്തിടെ അന്തരിച്ച എഴുത്തുകാരി KB ശ്രീദേവിയുടെ പ്രധാന കൃതികൾ? ഉത്തരം
യജ്ഞം, അഗ്നിഹോത്രം, ദശരഥം, കുട്ടിത്തിരുമേനി, കൃഷ്ണാനുരാഗം, കുറൂരമ്മ. 1975 നിറമാല എന്ന സിനിമയുടെ തിരക്കഥയ്ക്ക് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൈതൃക ഇടനാഴിയാണ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? ഉത്തരം പൂരി ജഗന്നാഥ ക്ഷേത്രം. ശ്രീ മന്ദിർ പരിക്രമ പ്രകൽപ എന്ന പദ്ധതിയുടെ ചെലവ് 800 കോടി രൂപയായിരുന്നു. ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവന നൽകിയ പ്രതിഭകൾക്ക് സംസ്ഥാന സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത ബഹുമതിയായ രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം സുരേന്ദ്രൻ നായർ. 3 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ഗാസയിൽ ഇസ്രയേൽ പാലസ്തീനികളെ വംശഹത്യ നടത്തുന്നുവെന്ന് കാട്ടി ഹേഗ് ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയ രാജ്യം? ഉത്തരം ദക്ഷിണാഫ്രിക്ക. വംശഹത്യ തടയാൻ കോടതി ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു. ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള 4 വയസ്സുകാരി സാറ സിഫ്ര അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? ഉത്തരം എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. 2023 ബേസ് ക്യാമ്പിലെത്തിയ 5 വയസ്സുകാരി പ്രിഷ ലോകേഷ്നി കാജുവിന്റെ പേരിലുണ്ടായിരുന്ന റെക്കോർഡാണ് തിരുത്തപ്പെട്ടത്. സമുദ്രനിരപ്പിൽ നിന്ന് 17,598 അടി ഉയരത്തിലാണ് ബേസ് ക്യാമ്പുള്ളത്. അച്ഛൻ ഡേവിഡ് ഇഫ്രയ്ക്കും 7 വയസ്സുകാരനായ ചേട്ടനൊപ്പം 274 കിലോമീറ്റർ താണ്ടിയാണ് സാറ ബേസ് ക്യാമ്പിലെത്തിയത്. അഴിമതി കേസിനെ തുടർന്ന് അടുത്തിടെ രാജിവെച്ച ഇന്ത്യൻ വംശജനായ സിംഗപ്പൂർ ഗതാഗത മന്ത്രി? ഉത്തരം എസ് ഈശ്വരൻ. ഇന്ത്യൻ വംശജനായ തർമാൻ ഷൺമുഖരത്നമാണ് ഇപ്പോഴത്തെ സിംഗപ്പൂർ പ്രസിഡന്റ്. ഇനി 75ാമത് എമ്മി പുരസ്കാര ജേതാക്കളെക്കുറിച്ചാണ് പറയുന്നത്. മികച്ച കോമഡി പരമ്പര ദ ബെയർ, മികച്ച ഡ്രാമ സക്സഷൻ, മികച്ച ആന്തോളജി ബീഫ്, മികച്ച നടൻ കോമഡി വിഭാഗത്തിൽ ജെറമി അലൻ, മികച്ച നടി കോമഡി വിഭാഗത്തിൽ ക്വിന്റ് ബ്രൺസൺ, മികച്ച നടൻ ഡ്രാമ വിഭാഗത്തിൽ കെയ്റൻ കൂൾകിൻ, മികച്ച നടി ഡ്രാമ വിഭാഗത്തിൽ സാറ സ്നൂക്ക്. യുഎസിലെ ടെലിവിഷൻ ചാനലുകളിൽ സംപ്രേഷണം ചെയ്ത പരിപാടികൾക്കാണ് എമ്മി പുരസ്കാരങ്ങൾ നൽകുന്നത്. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ എല്ലാ പോയിന്റ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.